നീഡ് ഫോർ സസ്റ്റൈനബിലിറ്റി ആണ്. നീഡ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തുന്നത് എന്താണ് സസ്റ്റൈനബിലിറ്റിന്റെ ആവശ്യകത എന്നതാണ്. അതായത് അതിന്റെ ആൻസർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The human economy has exceeded the natural cleansing capacity of environment. Next, over extrapolation of resources. Next, accumulation of waste. Next, population of exploitation, unsustainable consumption level, climate change, pollution issues. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നീഡായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഹ്യൂമൻ എക്കണോമി ഹാസ് എക്സീഡ് ദി നാച്ചുറൽ ക്ലീൻസിങ് കപ്പാസിറ്റി ഓഫ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ചുറ്റുപാടുമുള്ള വേസ്റ്റ് ഡീഗ്രേഡേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ എൻവറോൺമെന്റിന് തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജൈവ മാലിന്യങ്ങള് വിഘടിച്ചിട്ട് മണ്ണിലോട് ചേരുന്നത് അത് നമ്മളൊന്നും ചെയ്തിട്ടൊന്നല്ല, അത് പ്രകൃതി തന്നെ സ്വയം ചെയ്യുന്നതാണ് അല്ലെ. അതേ സമയത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക് എല്ലാം വിഘടിക്കാൻ അതിന് മണ്ണിന് കഴിയില്ല. അതായത് പ്ലാസ്റ്റിക് മണ്ണിൽ സ്വതവേ വിഘടിച്ച് മണ്ണിലേക്ക് ചേരില്ല. അപ്പൊ ഇങ്ങനെ so that is called the natural cleaning capacity of the environment. ഇപ്പോൾ തന്നെ നമ്മുടെ നാച്ചുറിന് ഇത് ഈ വേസ്റ്റ് എല്ലാം താങ്ങാവുന്നതിൽ അപ്പുറമായി. അതുകൊണ്ട് തന്നെ അതാ പറയുന്നത് ഹ്യൂമൻ എക്കോണമി ഹാസ് എക്സീഡ് ദി നാച്ചുറൽ ക്ലീൻസിങ് കപ്പാസിറ്റി ഓഫ് ദി എൻവയോൺമെന്റ്. അതായത് ഈ വേസ്റ്റ് എല്ലാം നാച്ചുറിന് താങ്ങാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? സസ്റ്റൈനബിലിറ്റിന്റെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് നമ്മള് ഈ ഭൂമിയിലുള്ള സാധനങ്ങൾ ഓവറായി യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വേസ്റ്റും കൂടി വരുന്നു. ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ വേസ്റ്റും കൂടി വരുന്നു. അതാണ് അടുത്ത കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് തേർഡ് വൺ ആയിട്ട് പറയുന്നത് എക്യുമുലേഷൻ ഓഫ് വേസ്റ്റ്. നെക്സ്റ്റ് പോപ്പുലേഷൻ പെട്ടെന്ന് പോപ്പുലേഷൻ നമ്മളെ കൂടി വരികയാണ്. അപ്പോൾ എന്തുണ്ടാവും? അൺസസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അതായത് നമുക്ക് നമ്മളെ കൺസപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഈ നാച്ചുറൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പറയും കുറവും അതിന്റെ ഉപയോഗം കൂടി വരികയാണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അൺസസ്റ്റൈനബിലിറ്റി കൺസപ്ഷൻ ലെവൽ. നെക്സ്റ്റ് ഇത്രയും വേസ്റ്റും പോപ്പുലേഷനും അങ്ങനെയുള്ള കൂടി വരുമ്പം എന്തുണ്ടാവും? നമ്മുടെ ക്ലൈമാറ്റിന് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെയുണ്ട് ക്ലൈമാറ്റ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ വേസ്റ്റും കൂടി വരുമ്പോൾ നമ്മുടെ എയർ പൊല്യൂഷൻസ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തിന്റെ ആവശ്യമായിട്ട് വരുന്നത്? സസ്റ്റൈനബിലിറ്റിന്റെ ആവശ്യകത ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആണ്. ഈ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമൊന്നല്ല. ഇതിന് രണ്ട് മൂന്ന് കൺസെപ്റ്റ് ചേർന്നതാണ് ഈ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, രണ്ടാമത്തെ എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, മൂന്നാമത്തെ എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി. ഈ മൂന്നും ചേരുമ്പം മൂന്നും കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഒരു എൻവറോൺമെന്റ് സസ്റ്റൈനബിൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഇതിന്റെ സസ്റ്റൈനബിലിറ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജേണി ആകാം. ജേണിയായി നമുക്ക് കണക്കാക്കിയാൽ അതിന് കുറെ ഗോൾസും വാല്യൂസും ഒക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഡെഫിനിഷൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി ടാസ്ക് ഇൻ പ്രോസസ് ഓർ ജേർണി വിത്ത് സം ഡെഫിനിറ്റ് ഗോൾസ് ആൻഡ് വാല്യൂസ്. അതായത് ഈ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് നമുക്കൊരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജേർണി ആയിട്ട് എടുത്താൽ അതിന് കുറെ ഗോൾസും ഉണ്ടാവും, വാല്യൂസും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്
ഡെഫിനിഷൻ ഇതാണ്: മീറ്റിംഗ് ദി നീഡ്സ് ഓഫ് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ ത്രൂ ഇന്റഗ്രേറ്റിംഗ് എൻവറോൺമെന്റൽ പ്രൊട്ടക്ഷൻ, സോഷ്യൽ അഡ്വൈസ്മെന്റ് ആൻഡ് എക്കണോമിക്കൽ പ്രോസ്പെരിറ്റി. അതായത് ഇന്നത്തെയും ആ ഡെഫിനിഷൻ പറയുന്നത് ഇന്നത്തെയും നാളത്തെയും ജനറേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമുക്ക് എന്തിനെ പ്രൊട്ടക്ട് ചെയ്യണം? എൻവറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണം. അതിലൂടെ നമുക്ക് സാമൂഹിക വളർച്ച ഉണ്ടാക്കണം. അതുപോലെ എന്ത് വളർച്ച ഉണ്ടാക്കണം? സാമൂഹിക വളർച്ച ഉണ്ടാക്കണം, സാമ്പത്തികമായ വളർച്ചയും ഉണ്ടാക്കണം. അതായത് സാമ്പത്തിക വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എൻവറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് മുന്നിൽ കണ്ട് ചെയ്യുന്ന ടാസ്ക് എല്ലാം എൻവറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതൊരിക്കലും എൻവറോൺമെന്റിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളൊരു വികസനം ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് അത് വരുമ്പോൾ നമ്മളിപ്പം ഒരു ടാസ്ക് ഡെവലപ്മെന്റ് ചെയ്താൽ അത് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് വരുമ്പോൾ അത് അവരെ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം എയർപോർട്ട് വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഈ എയർപോർട്ട് വരുമ്പോൾ നമുക്ക് കുറെ എക്കണോമിക്കലായിട്ട് കുറെ ആൾക്ക് ജോലി കിട്ടും. അങ്ങനെയൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലത്താണ് നമ്മൾ ആ എയർപോർട്ട് ഇപ്പോൾ ഉള്ളത്, അല്ലെ? അപ്പൊ അവിടെ ഉണ്ടാകുന്ന പിന്നെ വാട്ടർ റിസോഴ്സ് അതെല്ലാം നശിച്ചു പോകുന്നുണ്ട്. ഇനി വരും തലമുറക്ക് പിന്നെ റിസോഴ്സ് എല്ലാം ഇല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പൊ ഇനി വരും തലമുറക്ക് അവിടെയുള്ള ആ വാട്ടർ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം സ്കേഴ്സിറ്റി ഉണ്ടാകാം, അതായത് വരൾച്ച ഉണ്ടാവും. അപ്പോൾ കുടിവെള്ള ക്ഷാമം ഉണ്ടാവും. അതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മൾ അതെല്ലാം ഈ സസ്റ്റൈനബിലിറ്റി ഒരു കൺസെപ്റ്റിന്റെ അകത്ത് വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി റെഫേഴ്സ് ടു ദി ക്വാളിറ്റി ഓഫ് എ ലൈഫ് വിച്ച് ഈസ് ടു ബി അച്ചീവ് ഇൻ ദി മാനർ ദാറ്റ് ഡസ് നോട്ട് ഹാം ദി ക്വാളിറ്റി ഓഫ് ദി ലൈഫ് ഓഫ് ഫ്യൂച്ചർ. അതായത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടുന്ന സമയത്ത് മറ്റൊന്നിനെയും അത് ഹാംഫുൾ ആയിട്ട് ബാധിക്കാൻ പാടില്ല. ബാധിക്കാത്ത രീതിയിൽ ഉള്ള ചിന്താഗതിയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടി പറയാം, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടുന്ന സമയത്ത് ഒന്നിനെയും നെക്സ്റ്റ് ജനറേഷനെ ആയാലും നേച്ചറിനെ ഹാംഫുള്ളായി ബാധിക്കാത്ത രീതിയിലുള്ള ചിന്താഗതിയെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലോകം, അതായത് വേൾഡ് സസ്റ്റൈനബിൾ ആണെന്ന് പറയണമെങ്കിൽ 4 പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. ഒന്ന്, റെഡ്യൂസ് ദി ഡിപ്പെൻഡൻസ് അപ്പോൺ ദി ഫോസിൽ ഫ്യൂവൽസ്. നെക്സ്റ്റ്, റെഡ്യൂസ് ദി ഡിപ്പെൻഡൻസ് അപ്പോൺ ദി സിന്തറ്റിക് കെമിക്കൽ ആൻഡ് അതർ അൺനാച്ചുറൽ സബ്സ്റ്റൻസ്. നെക്സ്റ്റ്, റെഡ്യൂസ് എൻക്രോച്ച്മെന്റ് അപ്പോൺ നാച്ചുറൽ. നെക്സ്റ്റ്, മീറ്റ് ഹ്യൂമൻ നീഡ്സ് ഫെയർലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് ആവശ്യത്തിന് മാത്രം റെഡ്യൂസ് ചെയ്യണം. അതായത് ഫോസിൽ ഫ്യൂവൽസ് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെന്ത് ചെയ്യണം? റെഡ്യൂസ് ദി ഡിപ്പെൻഡൻസ് അപ്പോൺ എ സിന്തറ്റിക് കെമിക്കൽ ആൻഡ് അതർ അൺനാച്ചുറൽ സബ്സ്റ്റൻസ്. അതായത് നമ്മളെ നാച്ചുറലിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള സിന്തറ്റിക് കെമിക്കൽസ്, അൺനാച്ചുറൽ, അതായത് എൻഡോസൾഫാന്, കീടനാശിനികള്, വളങ്ങള്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം പരമാവധി കുറച്ച് യൂസ് ചെയ്യണം. പിന്നെയുള്ളത് റെഡ്യൂസ് എൻക്രോച്ച്മെന്റ് അപ്പോൺ ദി നാച്ചുറൽ. അതായത് നമ്മൾ പ്രകൃതിനെ, എൻക്രോച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യാന്ന്, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക. അതായത് നമ്മളൊരു
ബിൽഡിങ് കെട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു കുന്നിടിച്ചിട്ട് മാത്രം കെട്ടും എന്നുള്ള ചിന്താഗതി മാറ്റുക. അതായത് ഒരു വയൽ നികത്തി റോഡ് പണിയണം എന്ന് പറയുന്നല്ലോ, അങ്ങനെയുള്ള ചിന്താഗതി മാറ്റുക. റോഡ് പണിയണമെങ്കിൽ നമ്മള് പിന്നെ വയൽ നികത്താത്ത രീതിയിൽ എങ്ങനെയെങ്കിലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തരിശു ഭൂമിയിലൂടെ എങ്ങാനും റോഡ് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. നെക്സ്റ്റ്, മീറ്റ് ഹ്യൂമൻ നീഡ്സ് ഫെയർലി ആൻഡ് എഫിഷ്യൻലി. നമ്മുടെ ആവശ്യങ്ങള് നമ്മൾ നിറവേറ്റുമ്പം അതെന്തായിരിക്കണം? എഫിഷ്യന്റും ആയിരിക്കണം, നല്ല രീതിയിൽ എഫിഷ്യന്റും ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് എഫിഷ്യന്റ് ആയിരിക്കണം. ഇത്രയും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും പറയുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി. ഇനി പറയാൻ പോകുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആണ്. സോഷ്യൽ സസ്റ്റൈനബിലിറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ ആണ്, അത് കൊടുത്തതേ ഉള്ളൂ. ദി ഡെവലപ്മെന്റ് ഓർ ഗ്രോത്ത് ദാറ്റ് ഈസ് എ comparatively with the harmonious evolution of a civil society, fostering on environment conducive to the comparatively cohabitations of culturally and socially diverse groups, while at the same time encouraging social integration with improvement in the quality of a life for all segments of the population. ഇത് ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ ആണ്. കാണുമ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം, എന്നാലും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റീന്റെ ഗ്രോത്ത്, ഡെവലപ്പ് എന്നെല്ലാം പറയുന്നത് ഒരു കമ്മ്യൂണിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പറയുന്ന സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ആണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും? ബാക്ക്വേർഡ് ഉണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും, ഹൈ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും ആൾക്കാർ കൂടിയത് ഈ സൊസൈറ്റി ഈ കമ്മ്യൂണിറ്റി കൂടിയതായിരിക്കും ഒരു സൊസൈറ്റി. അപ്പൊ ഈ ഒരു സൊസൈറ്റിക്ക് ഡെവലപ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല, അത് ഏറ്റവും പുവറസ്റ്റ്, ഏറ്റവും താഴെക്കിട പുവറസ്റ്റ് സെക്ഷനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? എന്നാൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോ ആ സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ഏതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല? നമ്മളെ എൻവറോൺമെന്റിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കണം അതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകണം. ആ എൻവറോൺമെന്റുമായിട്ട് ഡെവലപ്മെന്റ് യോജിച്ച് പോകുന്ന രീതിയിൽ ആയിരിക്കണം. നമ്മളെ ക്വാളിറ്റി ഓഫ് എ ലൈഫ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൊസൈറ്റിക്കോ ഈ എൻവറോൺമെന്റിനോ ഒരു തരത്തിലുള്ള കേടും പറ്റാത്ത രീതിയിൽ വേണം നമുക്ക് ഈ സൊസൈറ്റീനെ സസ്റ്റൈനബിൾ ആക്കാൻ. നെക്സ്റ്റ് പിന്നെ പറയുന്നത് ബ്രോഡ്ലി സ്പീക്കിംഗ്, ഇത്രയും പറഞ്ഞിട്ട് പറയുന്നത് പിന്നെയും നമ്മൾ പറയുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ എന്തും കൂടി ആവശ്യമുണ്ട്? സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക ഇടപെടലുകളും ആ സമൂഹത്തിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം നമ്മുടെ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി
കൺസെപ്റ്റിൽ വരുന്ന സാധനങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ഇന്റർ ജനറേഷൻ ഇക്വാലിറ്റി ആണ്. ഇന്റർ ജനറേഷൻ ഇക്വാലിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേനും. ഇന്റർ ജനറേഷൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാല് പിന്നെ ബിറ്റ്വീൻ ദി ജനറേഷൻ, ഈ ഹെൽത്ത്ഫുൾ ആയിട്ട് ഇപ്പൊ നിലനിൽക്കുന്ന ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള റിസോഴ്സും എൻവറോൺമെന്റ് എല്ലാം നെക്സ്റ്റ് ഒരു കേടുമില്ലാത്ത നെക്സ്റ്റ് ജനറേഷന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള എന്നാൽ മാത്രമേ നമുക്ക് ഒരു സോഷ്യൽ ഒരു സസ്റ്റൈനബിലിറ്റി ഒരു പിന്നെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇൻട്രാ ജനറേഷൻ ഇക്വിറ്റി, ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻട്രാ ജനറേഷൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുമ്പോഴും ഡെവലപ്മെന്റ് ഷുഡ് ബി സപ്പോർട്ട് ദി ഡെവലപ്മെന്റ് ഷുഡ് ബി സപ്പോർട്ട് ദി എക്കണോമിക്കൽ ഗ്രോത്ത് ഓഫ് പൂവറസ്റ്റ് സെക്ഷൻ. അതായത് ഏതൊരു ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡെവലപ്മെന്റ് ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയായിരിക്കണം? പൂവറസ്റ്റ് സെക്ഷൻ ആയിരിക്കണം. ഒരു കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് പൂവറസ്റ്റ് സെക്ഷൻ ഉണ്ടാവും, ഹൈ ക്ലാസ് ഉണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് സസ്റ്റൈനബിൾ ആണെങ്കിൽ ആവണം എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ആരാ ഡെവലപ്പ് ചെയ്യണം? പൂവർ സെക്ഷനെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവും? ഒരു രാജ്യത്ത് തന്നെ അതൊരു രാജ്യത്തിനുള്ളിൽ വരുമ്പം തന്നെ മിഡിൽ ക്ലാസ് ഉണ്ടാവും, ലോ ക്ലാസ് ഉണ്ടാവും, ഹൈ ക്ലാസ് ഉണ്ടാവും. അപ്പൊ അവര് തമ്മിലുള്ള ഈ ഡിഫറൻസ്, ലോ ക്ലാസ്സും ഹൈ ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും. കാര്യം ഒരു സാമ്പത്തിക വളർച്ച ഒരു സെക്ഷനിൽ മാത്രം ഒതുങ്ങി നിന്നാല് അത് സാമൂഹിക വളർച്ച എന്ന് പറയാൻ പറ്റുക. അതായത് മേലേക്കിടയിലും ഉള്ള ആള് മാത്രം ഒരു സാമ്പത്തിക വളർച്ച കൂടുതൽ ഉണ്ടായിട്ട് താഴേക്കിടയിലുള്ള ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതൊരു ആ സൊസൈറ്റി സസ്റ്റൈനബിൾ ആണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്ത് വേണം? എല്ലാ സെക്ഷൻ്റെ അകത്തും സാമ്പത്തിക വളർച്ച വേണം, എന്നാലേ ആ സൊസൈറ്റി സസ്റ്റൈനബിൾ ആണെന്ന് പറയും. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ലോ ക്ലാസ്സും ഹൈ ക്ലാസ്സും ഉള്ള ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ രാജ്യത്തിലെ ലോവർ ക്ലാസ്സും ഹൈ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും എല്ലാം ഉള്ള ഗ്യാപ്പ് മിനിമൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാൻ പറ്റും. അപ്പം അതെല്ലാം മിനിമൈസ് ചെയ്താൽ നമുക്ക് പറയാം ഡെവലപ്പിംഗ് കൺട്രി എന്തായി മാറും? ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. പിന്നെ പറയുന്നത് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിന്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് ക്വാളിറ്റി ഓഫ് എ ലൈഫ് ആണ്, നെക്സ്റ്റ് ഗ്രോത്ത് ആണ്, നെക്സ്റ്റ് ഈക്വാലിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റിനെ പറ്റി പറഞ്ഞിട്ടും പറയുന്നത് ലാസ്റ്റ് ഇറ്റ് ഈസ് എ ലീസ്റ്റ് ഡിഫൈൻഡ് ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ആസ് എ പീപ്പിൾ cannot and agree on what quality of a life. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി നമ്മൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ പേഴ്സണെയും അവരുടെ അഭിപ്രായത്തിൽ അവരുടെ ക്വാളിറ്റി ഓഫ് എ ലൈഫ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റീനെ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഓരോരുത്തർക്കും ഓരോ ആളെ ലൈഫ് സ്റ്റൈല് മാറ്റായിരിക്കും. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ അവരുടെ ക്വാളിറ്റി ഓഫ് എ ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ആൾക്കും വേറെ ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ environmental sustainability is improving the quality of a human life by living within the carrying capacity of a supporting ecosystem. കൂടി പറയാം, environmental sustainability is improving the quality of a human life by living within the carrying capacity of a supporting ecosystem. Ecosystem എന്ന് പറഞ്ഞാൽ ഒരു
ടേം ആണ് അല്ലെ. അതെന്ന് പറഞ്ഞാൽ ഒരു നാച്ചർ ആകാം, എൻവറോൺമെന്റ് ആവാം, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടാകാം. അപ്പൊ നമ്മള് ക്യാരിങ് നമ്മളെ ഈ എക്കോസിസ്റ്റത്തിന്റെ അകത്ത് മനുഷ്യന്മാർ മാത്രമല്ല ഉള്ളത്, ആണോ? ഈ ചുറ്റുപാടിൽ മനുഷ്യന്മാർ മാത്രമല്ല, ബേർഡ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, വൈറസ് ഒക്കെ, ഇവരൊക്കെ ഉള്ളതാണ് നമ്മളെ എക്കോസിസ്റ്റം. അങ്ങനെയുള്ള ഒരു എക്കോസിസ്റ്റത്തില് ഇവർക്കൊക്കെ ജീവിക്കാൻ ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതായത് വാട്ടർ, ക്ലൈമാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ എക്കോസിസ്റ്റം കൊടുക്കുന്നുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, ക്വാളിറ്റി ഓഫ് എ ലൈഫ് ലിവിങ് വിത്തിൻ എ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് സപ്പോർട്ടിങ് എക്കോസിസ്റ്റം. Next, when sum total of a natural resource is used up faster than it can be replenished, degradations of environment occurs. അതായത് ഈ സപ്പോർട്ടിംഗ് സിസ്റ്റം വാട്ടറും റിസോഴ്സും ഒക്കെ നമുക്ക് ഈ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ആനിമൽസിനും എല്ലാം തരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവൂ. അത് അധികമായത് ഈ വാട്ടറും മറ്റു നമ്മൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അധികം ഫുഡും അങ്ങനെയുള്ള അധികമായിട്ട് യൂസ് ചെയ്താൽ ഇത് നമുക്ക് വരും തലമുറക്ക് വേണ്ടതാണ്. അത് അധികം എടുത്താൽ തീർന്നു പോകും. അതായത് ഈ വാട്ടറെല്ലാം അധികം എടുത്താല് ചിലപ്പം മഴ പെയ്യുമെന്ന് നമുക്ക് പറയാം. പക്ഷെ പെട്ടെന്ന് മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വാട്ടർ എടുത്താല് തീർന്നാല് മഴക്കാലം വരുമ്പോൾ മഴ പെയ്യുമെന്നറിയാം. പക്ഷേങ്കില് അത് മഴക്കാലം വരുമ്പം എല്ലാ കാലത്തും ഒരുപോലെ മഴ കിട്ടണമെന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരും, അവിടെ കമ്മ്യൂണിറ്റി ഉണ്ടാകും. അപ്പൊ നമ്മള് ഇവിടുത്തെ റിസോഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് നല്ല എഫിഷ്യന്റ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ടേബിളാണ് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയും കൺസപ്ഷൻ റിസോഴ്സും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഒരു ടേബിളാണ് ഇവിടെ കാണുന്നത്. അതായത് കൺസപ്ഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ നാച്ചുറൽ എബിലിറ്റി ടു റീപ്ലേഷ്, അതായത് റീപ്ലേഷ് ആണെങ്കിൽ, അതായത് നമുക്ക് കിട്ടുന്ന നേരത്തെ പറഞ്ഞു ഈ നാച്ചുറലിന് തന്നെ നമ്മുടെ ഈ എൻവറോൺമെന്റിന് തന്നെ കുറെ വേസ്റ്റ് എല്ലാം റിന്യൂവബിൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഡീഗ്രഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മുടെ കൺസപ്ഷണൽ റിസോഴ്സ് ലെസ് ദാൻ നാച്ചുറൽ എബിലിറ്റി ടു റീപ്ലേഷ് ആണെങ്കിൽ നമുക്ക് പറയാം ആ എൻവറോൺമെന്റില് റിന്യൂവൽ ആണെന്ന്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻവറോൺമെന്റിന് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന കൺസെപ്ഷൻസ് നാച്ചുറൽ എബിലിറ്റിക്ക് റീപ്ലേനിഷ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന കൺസെപ്ഷൻസ് എല്ലാം നാച്ചുറലിന്റെ എബിലിറ്റിക്ക് റീപ്ലേസ് ചെയ്യാൻ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം എൻവറോൺമെന്റ് ഇക്വിലിബ്രിയം എന്ന് പറയും. അതായത് വേസ്റ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് നാച്ചുറൽ അതിനെ ഡീഗ്രഡേറ്റ് ചെയ്ത് കളയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എക്കണോമിയാണ്. നെക്സ്റ്റ്, കൺസപ്ഷൻ റിസോഴ്സസ് എന്ന് പറയുന്നത് നാച്ചുറൽ എബിലിറ്റി ടു റീപ്ലനിഷിനെക്കാളും കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ആണെങ്കിൽ എൻവറോൺമെന്റൽ ഡീഗ്രഡേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം, നോട്ട് സസ്റ്റൈനബിൾ ആന്ന് പറയാം. ഒന്നുമില്ല, വേസ്റ്റ് കൂടുമ്പം അതെല്ലാം
കുറയവും നാച്ചുറൽ എബിലിറ്റി ടു റീപ്ലേനിഷ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അത് എൻവറോൺമെന്റൽ സസ്റ്റൈനബിൾ ആണെന്ന് പറയാം. ഈക്വൽ ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എക്കണോമി എന്ന് പറയാം. വേസ്റ്റ് കൂടുതലും നാച്ചുറലിന്റെ എബിലിറ്റി റീപ്ലേനിഷ് ചെയ്യാനുള്ള എബിലിറ്റി കുറവും ആണെങ്കിൽ നമുക്ക് പറയാം നോട്ട് സസ്റ്റൈനബിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി ഈസ് ദി term used to identify various strategies that makes it impossible to use the available resources in such a way that it is a both efficient, responsible and provide a long time benefit. അതായത് പുതിയ ഏതൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോഴും നമ്മൾ റിസോഴ്സിന് യൂസ് ചെയ്യുന്നത് എഫിഷ്യന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും യൂസ് ചെയ്യണം. ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ലോങ് ടേം ബെനിഫിറ്റിനായിരിക്കണം. നെക്സ്റ്റ്, thus create the economical system based on suitability requires a shift in the existing domestic and foreign policy, industrial approaches and scientific research. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായി ഒരു ടെക്നോളജി മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവൈലബിൾ റിസോഴ്സസ് നമ്മൾ എഫക്റ്റീവായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ലോങ് ടേമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. പിന്നെ അത് ഉണ്ടാക്കുന്നത് എന്തായിരിക്കണം? പുതിയ മെക്കാനിക്കൽ വെച്ച് വേണം. നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലേ? മെക്കാനിക്കൽ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു റോഡ് നിർമ്മിക്കുന്നത് ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ വേണ്ടിയിട്ടാവരുത്. അത് പുതിയ ടെക്നോളജിയിലൂടെ ഒരു 10 വർഷത്തേക്കോ 25 വർഷത്തേക്കോ ലോങ് ടേമില് ബെനിഫിറ്റ് നമ്മൾ മുമ്പ് കണ്ടുവേണം ഓരോ ടെക്നോളജി നമ്മൾ വികസിപ്പിക്കണം. Goal of economical sustainability should be established profitably over a long term, coupled with the responsible use of resources and creating no less environmental concerns. അതായത് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാകരുത്, ലോങ് ടേമിലേക്ക് ഇനിയുള്ള ജനറേഷനും കൂടി അത് യൂസ് ചെയ്യാൻ പാകത്തിൽ വേണം നമ്മൾ ഓരോന്നും കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ. പിന്നെയുള്ളത് എക്കണോമിക്കൽ സോഷ്യൽ എൻവറോൺമെന്റൽ ഇഷ്യൂസ് എങ്ങനെയാണ് ഓരോ കൺസെപ്റ്റിലും വരുന്നത് നോക്കാം. ഇതിന്റെ എക്കണോമിക്കൽ ഇഷ്യൂസ് ഉണ്ട്, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, എൻവറോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി ഓഫ് എ ലൈഫ് കൺസേൺ, വാട്ടറിന്റെ കേസിൽ എക്കണോമിക്കൽ ഇഷ്യൂ, അതായത് സാമ്പത്തികപരമായ ഇത് അൺസസ്റ്റൈനബിൾ ആണെന്ന് പറയണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിനെല്ലാം ഹൈ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് അൺസസ്റ്റൈനബിൾ ആയിരിക്കും. പിന്നെയോ എക്കണോമിക് ലെവലിൽ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിളി 24/7 അറ്റ് അഫോർഡബിൾ കോസ്റ്റ്, അതായത് നമുക്ക് സസ്റ്റൈനബിൾ ആണെങ്കിൽ നമുക്ക് കുടിവെള്ളം നമ്മുടെ അഫോർഡബിൾ കോസ്റ്റിന് കിട്ടും. അതുപോലെ ഈ വാട്ടർ സോഷ്യൽ ഇഷ്യൂലേക്ക് വരുമ്പം ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഡിഫൈൻഡ് ടു ബി എ വീക്കർ സെക്ഷൻ, അതായത് വീക്കർ സെക്ഷന് താഴേക്കടയിലുള്ള ആൾക്കാർക്ക് എന്ത് കിട്ടൂല? വെള്ളം സപ്ലൈ ഉണ്ടാവില്ല.
അത് സസ്റ്റൈനബിൾ ആന്ന് പറയണമെങ്കിൽ എഡ്യൂക്കേറ്റ് ആക്സസ് ടു ഡ്രിങ്കിങ് വാട്ടർ ഇൻ ഓൾ സെക്ഷൻ. അപ്പം വാട്ടർ എല്ലാ സൊസൈറ്റിയിലെ എല്ലാ കടയിലുള്ള മിഡിൽ ക്ലാസ്സിനും പുവർ ക്ലാസ്സിനും എല്ലാവർക്കും ഡ്രിങ്കിങ് വാട്ടർ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം സസ്റ്റൈനബിൾ ആന്ന് പറയാം. നെക്സ്റ്റ് എൻവറോൺമെന്റൽ ഇഷ്യൂസ്. വാട്ടർ എങ്ങനെയാ എൻവറോൺമെന്റിനെ ബാധിക്കുന്ന ഹൈ ലെവൽ പൊല്യൂഷൻ ഇൻ ലാക്ക് ആൻഡ് റിവേഴ്സ്. അതായത് പിന്നെ നദികൾക്കും കായലുകൾക്കെല്ലാം പൊല്യൂഷൻ ഉണ്ടായാല് നമുക്ക് പറയാം അതാണ് അൺസസ്റ്റൈനബിൾ ആണ്. അതുപോലെ ഫ്രഷ് വാട്ടർ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ഫ്രഷ് വാട്ടർ ബോഡീസ് ആണെങ്കിൽ നമുക്ക് പറയാം അത് സസ്റ്റൈനബിൾ ആണ്. നെക്സ്റ്റ് ഫുഡ് എങ്ങനെയാണ് എക്കണോമിനെ ബാധിക്കുന്നത്. ഹൈ കോസ്റ്റ് ഫുഡ് യൂസ്, ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് ഇൻ ഫാമിംഗ്. അതായത് ഫുഡിന് ഹൈ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അതൊരു അൺസസ്റ്റൈനബിൾ ആണ്. സസ്റ്റൈനബിൾ ആണെങ്കിൽ ഗുഡ് ഫുഡ് അവൈലബിൾ അറ്റ് എഫോർഡബിൾ കോസ്റ്റ്. ഓക്കെ, എഫേർട്ട് നമ്മള് നല്ല ഫുഡ് കിട്ടും, ചെറിയ പൈസക്ക് നല്ല ഫുഡ് കിട്ടും. അത് സോഷ്യൽ ഇഷ്യൂലേക്ക് വരുമ്പം ആക്സസ് ഗുഡ് ഫുഡ് ഡിഫൈൻ ടു എ വീക്കർ സെക്ഷൻ. വീക്കർ സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥ വരും. പിന്നെ അത് സസ്റ്റൈനബിൾ ആണെങ്കിൽ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാർക്കും ഫുഡ് കിട്ടും. പിന്നെ എൻവറോൺമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് ഈസ് എ പുവർ ക്വാളിറ്റി, ക്വാളിറ്റി കുറവായിരിക്കും. മറ്റേ ഹൈ ക്വാളിറ്റി ഫുഡ് കിട്ടും, ന്യൂട്രീഷൻ ഫുഡൊക്കെ കിട്ടും. എനർജി എന്ന് പറഞ്ഞാല് ഹൈ കോസ്റ്റില് എക്കണോമിക് ലെവലിൽ വരുമ്പം ഹൈ കോസ്റ്റ് കൊടുത്താലേ നമുക്ക് പിന്നെ ഇലക്ട്രിസിറ്റി അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് എഫോർട്ടബിൾ ആണെങ്കിൽ എനർജി അവൈലബിൾ ഇൻ എഫോർട്ടബിൾ കോസ്റ്റ്. അതായത് കുറച്ച് പൈസക്ക് നമുക്ക് ഇലക്ട്രിസിറ്റി, ഫ്യൂവൽസ് അങ്ങനത്തെ ഒക്കെ കിട്ടും. മറ്റ് സോഷ്യലിലേക്ക് വരുമ്പോൾ അത് എന്താവും ഓവർ യൂസ് ദി എനർജി റിച്ച് സൊസൈറ്റി ആൻഡ് അതായത് ഓവറായിട്ട് റിച്ച് ഫാമിലിക്ക് മാത്രമേ എന്ത് എനർജി യൂസ് ചെയ്യാൻ കിട്ടും. എഡ്യൂക്കേറ്റ് അത് സസ്റ്റൈനബിൾ ആണെങ്കിൽ എല്ലാ സെക്ഷൻ്റെ അകത്തും അത് കിട്ടും. പിന്നെ എൻവറോൺമെന്റ് എന്ന് പറഞ്ഞാൽ യൂസ് എ ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് പൊല്യൂഷൻ. ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ട് അൺസസ്റ്റൈനബിൾ ആണെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാവും. നെക്സ്റ്റ് യൂസ് റിന്യൂവബിൾ റിസോഴ്സ്, അതായത് സോളാർ, വിൻഡ്, ബയോമാസ് അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്തിട്ട് എടുത്താൽ എന്തുണ്ടാവില്ല, പൊല്യൂഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് സസ്റ്റൈനബിലിറ്റി, നീഡ് ഫോർ സസ്റ്റൈനബിലിറ്റി. പിന്നെ പറഞ്ഞത് ഒരു വേൾഡ് നീഡ് ഓഫ് സസ്റ്റൈനബിലിറ്റി. പിന്നെ പറഞ്ഞത് എന്താ കണ്ടീഷൻസ് ആണ്. നെക്സ്റ്റ് സസ്റ്റൈനബിലിറ്റിക്ക് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, 3 കൺസെപ്റ്റ് ഉണ്ട്. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക്കൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് ഇല്ലല്ലോ. ഗുഡ് ക്വസ്റ്റ്യൻ. Good question. Next question.